ദിലേഷ് ടി വ്ലോഗിൻ്റെ പുതിയ വീഡിയോട്ട് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് ഗുരുവായൂരിൽ കോട്ടപ്പടിയിലുള്ള ആനപ്പന്തി അഥവാ പുന്നത്തൂർ കോട്ടയിലാണ്. ഇവിടെയാണ് ഇതിൻ്റെ പാർക്കിംഗ് വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഞാൻ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് ചാർജ് വരുന്നത് വലിയൊരാൾക്ക് 20 രൂപയാണ്. ക്യാമറ എടുക്കണമെങ്കിൽ 25 രൂപയാണ് ചാർജ്. നമ്മൾ ഉള്ളോട്ടെത്തിയാൽ ഇവിടെ ആദ്യം കാണുന്നത് പഴയ ഒരു കെട്ടിടമാണ്. ഇനി നമുക്ക് പുന്നത്തൂർ കോട്ടയിലെ ഗജവീരന്മാരെ ഒന്ന് കണ്ടുവരാം. ഇവിടെ നിരവധി പനമ്പട്ടകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെയുള്ള ഫസ്റ്റ് ആനയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. മൂപ്പരങ്ങനെ നല്ല സ്റ്റൈൽ അങ്ങോട്ട് നിൽക്കുകയാണ്. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആനകളെ സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടുള്ള ഒരു കോട്ടയാണിത്. 1985 ഈ കോട്ട ഇവിടെ നിർമ്മിച്ചത്. ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള ആനയാണ് കാണുന്നത്. ഈ ആനയുടെ പേരൊന്നും ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടില്ല. മുൻപ് ഇവിടെ വന്നപ്പോൾ ആനയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആനപ്പന്തി പ്രവർത്തിക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്യാവശ്യം വലിയ കൊമ്പുള്ള ആനയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുക എപ്പോഴും തലയാട്ടി കളിക്കുന്ന ഒരു ആനയാണ്. ഈ ആനയുടെ ചുറ്റിലും എപ്പോഴും ആളുകളുണ്ടാവും. മുൻപ് ഈ ആനപ്പന്തിയിൽ 100ഓളം ആനകളുണ്ടായിരുന്നു. ഇപ്പോൾ കേവലം 40ഓളം ആനകൾ മാത്രമാണുള്ളത്. ഇവിടെ കാണുന്ന പല ആനകളും ഗുരുവായൂരപ്പന് നേർച്ചയായി സമർപ്പിച്ച ആനകളാണ്. ഇവിടെയുള്ള ആനകളെ തന്നെയാണ് ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റാനും അതുപോലെ ഉത്സവത്തിനും ഉപയോഗിക്കുന്നത്. പുന്നത്തൂർ കോട്ടയുടെ വിസ്തീർണം 11.5 ഏക്കറാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഗുരുവായൂർ നന്ദിനിയാണ്. വളരെ പ്രശസ്തമായ ഒരു ആനയാണിത്. ഇവിടെ നമുക്കിപ്പോൾ ഇവിടെയുള്ള എല്ലാ ആനകളെയും കാണാൻ കഴിയില്ല. കാരണം
കുറേയേറെ ആനകൾ മതപ്പാടിലാണ്. അതുകൊണ്ട് ആ ആനകളെയൊക്കെ മാറ്റി പാർപ്പിച്ചതാണ്. പുന്നത്തൂർ കോട്ടയുടെ ഭാഗമായ കുളമാണിത്. ഇവിടെ നമുക്ക് രാവിലെ വന്നാൽ ആനകൾ കുളിക്കുന്നത് കാണാൻ കഴിയും. ഇവിടേക്ക് എത്തിച്ചേരാൻ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് 3 കിലോമീറ്ററാണ് ദൂരം. പുന്നത്തൂർ കോട്ടയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി.